ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ അവർ അനഘയുടെ വീട്ടിലെത്താണ്. അപ്പോൾ ആ കുഞ്ഞൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിറയെ ആദർശിൻ്റെയും ആ അനഘയും കൂടി നിൽക്കുന്ന ഫോട്ടോസൊക്കെ വെച്ചിരിക്കുക. എന്നിട്ട് അബി ഇങ്ങനെ ആ ഗുണ്ടകളോട് മുഖം കൊണ്ട് ഇങ്ങനെ കാണിക്കും, ആ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ദേ കണ്ടില്ലേ, ആ കുട്ടിയുടെ അച്ഛനെ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായില്ലേ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ആദർശ് പറയും, ഇതൊക്കെ എന്താ, ഇത് ഏതീ പെൺകുട്ടി, മുത്തശ്ശി ഇതൊന്നും എൻ്റെ അറിവോട് കൂടിയിട്ടല്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ അതിൽ നിരപരാധിയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കുട്ടീനെ ഏറ്റെടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ അവരിങ്ങനെ പറയും. അപ്പോൾ മുത്തശ്ശൻ പറയും, നിങ്ങളതിനൊരു തെളിവ് കൊണ്ടുപോവാ, ഇങ്ങനെ ഫോട്ടോ കാണിച്ചിട്ടൊന്നും ഞങ്ങളെ വിശ്വസിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, കാരണം ഇങ്ങനത്തെ ഫോട്ടോ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു തെളിവായി വരുന്നത് വരെ ഞങ്ങൾക്ക് ഈ കുട്ടീനെ ഏറ്റെടുക്കാൻ പറ്റില്ല. നിങ്ങൾ തെളിവായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കുട്ടീനെ ഏറ്റെടുക്കും എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഈ കുട്ടി പിന്നാലെ ഓടി വന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ കൈ പിടിക്കുകയാണ്, എന്നെയും കൊണ്ടുപോകുമെന്നൊക്കെ പറയും. അപ്പം മൂർത്തി സാറിനാകെ സങ്കടം വന്നിട്ട് പറയും, ഇപ്പം ഞാൻ ഈ കുട്ടീനെ കൊണ്ടുപോകുന്നുണ്ട്, അത് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയോണ്ടോ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, ഈ കുട്ടിയുടെ സങ്കടം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ ഇത് നിങ്ങൾ തെളിയിക്കണം, അതുവരെ ഈ കുട്ടി ഞങ്ങളുടെ കൂടെ നിൽക്കും, അത് കഴിഞ്ഞ് ഈ കുട്ടിയുടെ അച്ഛൻ ആരാണോ ആ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഈ കുട്ടീനെ പറഞ്ഞയക്കും എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് ഈ കുട്ടീനായിട്ട് പോരുകയാണ്. അപ്പോൾ അബി പറയും, ആദർശേട്ടാ കാർ ഒരു സൈഡാക്ക്, എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് സൈഡാക്കാൻ പറയും കേട്ടോ. എന്നിട്ട് അബി പറയും, ഇതെന്തായാലും ആദർശേട്ടൻ്റെ കുട്ടിയല്ല, അവരോരോ കഥകൾ ഉണ്ടാക്കിയതാ, അപ്പോൾ ആദർശേട്ടനല്ലേ നമ്മുടെ കടയുടെ കോണർ, അപ്പോൾ ആദർശേട്ടൻ്റെ മേലും ഇങ്ങനെ ഒരു കുറ്റം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ദോഷമായിട്ട് നമ്മുടെ കമ്പനീനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. നമുക്ക് ഈ കുട്ടി എൻ്റെ കുട്ടിയാന്ന് പറയാം, ഞാനാകുമ്പോൾ ഇങ്ങനെ ഓരോ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചിട്ടുള്ളത് കാരണം ആളുകൾ വിശ്വസിച്ചോളും ഇത് എൻ്റെ കുട്ടിയാന്നുള്ളത്. അതാകുമ്പോൾ എല്ലാവർക്കും നാണക്കേടുമില്ല, പിന്നെ എൻ്റെ അമ്മ പോലും അറിയരുത് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടിയോട് പറയാണ്, ഞാനാണ് നിൻ്റെ അച്ഛൻ, ഇതല്ല നിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ കുട്ടി പറയും, അല്ല ഇത് തന്നെയാണ് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയതാ, അച്ഛൻ ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.